ഹായ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ആന്തരിക അവയവം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു തർക്കമില്ലാതെ പറയും കരളാണെന്നല്ലേ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ, അതായത് ഇപ്പം CBSE ആണല്ലോ ഒരു ട്രെൻഡ്. CBSE പഠിക്കുന്ന കുട്ടികൾ അവരുടെ അതേ ശൈലിയിൽ സൈലൻ്റ് വോയിസിൽ എന്നൊക്കെ പറയും അല്ലേ. അപ്പം ശരിയാണ് മക്കളെ, എല്ലാവർക്കും അറിയാം, ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നമ്മളുടെ പ്രധാനപ്പെട്ട അവയവം കരളാണ് അല്ലെ ലിവറാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാചകമല്ല, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ലളിതമായ രീതിയിൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെല്ലാവരും ക്ഷമയോടെ ഒന്ന് കേട്ടിരിക്കണം. കാര്യമുണ്ട് മക്കളെ, ഞാൻ രാവിലെ ഉണർന്നു വരുമ്പം കേൾക്കുന്ന ഒരു വാക്കാണ് കരൾ. ഇന്ന് രാവിലെ എണ്ണീറ്റ് വരുമ്പം കരളിനെ കുറിച്ച് കേൾക്കുന്നു കേട്ടോ. കാരണം ഇന്നലെ ലോക കരൾ ദിനമായിരുന്നു. അതായത് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ചെറുതായിട്ട് ഞാൻ ഈ രാവിലെ എണീക്കാൻ താമസിക്കും. അന്നേരം അച്ഛൻ രാവിലെ എണീച്ച് റേഡിയോ അങ്ങ് ഒച്ചത്തിൽ ഓൺ ചെയ്ത് വെക്കും. അപ്പം ഞാൻ പറയും, അങ്ങനെ ഒച്ചത്തിൽ ഓൺ ചെയ്ത് വെക്കരുത്, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്നും. അപ്പോൾ അച്ഛൻ ചെറുതായിട്ട് വെച്ചപ്പം ഈ ലിവറിന് കേട്ടപ്പോൾ ഞാൻ ചാടി എണീറ്റ് കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് സൗണ്ട് കൂട്ടി വെച്ചപ്പം എല്ലാം കഴിഞ്ഞു, കഥകളെല്ലാം കഴിഞ്ഞു. ലിവറിനെ കുറിച്ചുള്ള വിഷയമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ലോക കരൾ ദിനമായിരുന്നു മക്കളെ. അപ്പം ഈ അമ്മ എന്താ നേരം വെളുത്തി കരളിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. മക്കളെ, ഈ കരളിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അവയവമാണ് ഈ കരൾ. അതിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ പണ്ട് ഒരു വൈദ്യൻ പറയുമായിരുന്നല്ലോ, കരൾ സുരക്ഷിതമെങ്കിൽ ജീവിതം സുരക്ഷിതം എന്ന്. ശരിയാണ് മക്കളെ, കരൾ സുരക്ഷിതമെങ്കിൽ നമ്മുടെ ജീവിതവും സുരക്ഷിതമാണ്. അപ്പോൾ കരൾ സുരക്ഷിതമാകാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ അല്ലേ. അപ്പം നമ്മുടെ കരളൊന്നും, ആരുടെയും കരൾ ഒന്നും സുരക്ഷിതമൊന്നും അല്ല അല്ലേ. ഇപ്പോൾ എല്ലാവരും വാദിക്കും, കള്ള് കുടിക്കുന്നില്ല, ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല, ഞാൻ ലഹരി പദാർത്ഥങ്ങൾ ഒന്നുമേ ഉപയോഗിക്കുന്നില്ല, എന്നിട്ടും എനിക്ക് ഫാറ്റി ലിവർ. അങ്ങനൊന്നും അല്ല മക്കളെ. ഫാറ്റി ലിവർ വരാൻ കള്ള് കുടിക്കണമെന്നുമില്ല, സിഗരറ്റ് വലിക്കണമെന്നുമില്ല. നമ്മളുടെ ജീവിത രീതി തന്നെയാണ്. നമ്മളുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ നമ്മൾ കരിച്ചതും പൊരിച്ചതും കൂടുതൽ ഫാറ്റി ഫുഡ്, പ്രത്യേകിച്ചും റെഡ് മീറ്റ്, അതായത് ബീഫ്, അതുപോലെ തന്നെ പോർക്ക്, അങ്ങനെയുള്ള മാംസാഹാരം കഴിക്കുന്നതിലൂടെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ അതിനകത്ത് പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിച്ചാൽ കുഴപ്പമില്ല ഒരു പരിധി വരെ. പക്ഷേ എങ്കിലും അമിതമാകരുത് മക്കളെ. നമ്മൾ ഈ മാംസാഹാരം കഴിക്കുമ്പോൾ നമ്മൾ നിയന്ത്രിച്ച് കഴിക്കണം. ആഴ്ചയിൽ 1-2 അതിൻ്റെ കൂടെ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പച്ചക്കറിയും ഫ്രൂട്ട്സും ആഡ് ചെയ്യണം. ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് പച്ചക്കറി ഫ്രൂട്ട്സ് ഉപയോഗിക്കാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ പച്ചക്കറിക്കകത്ത് കിടക്കുന്ന എല്ലാ പച്ചക്കറികളും നമ്മൾ ഉപയോഗിക്കണം. വെണ്ടയ്ക്ക ഒക്കെ ആൾക്കാർ പറയാം അത് കൊഴുപ്പാണ്. അത് നമ്മുടെ വെജിറ്റബിൾ കൊഴുപ്പെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലൊരു കൊഴുപ്പാണ് നമ്മുടെ ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. വെണ്ടയ്ക്ക, അതുപോലെ അമരപ്പയർ, ഇതൊക്കെ ആൾക്കാർ നീക്കം ചെയ്യുന്ന വെജിറ്റബിളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ലിവർ സിറോസിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഒഴിവാക്കാം. ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ ഫാറ്റി ലിവർ കൂടി ഉള്ള സ്റ്റേജാണ് ലിവർ സിറോസിസ് ആകുന്നത്. പിന്നെ രണ്ടാമത്, നമ്മൾ ഈ ആൽക്കഹോളും കഴിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല, നമ്മൾ കരിച്ചതും പൊരിച്ചതും കഴിക്കുന്നില്ല, എന്നിട്ടും എനിക്ക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ സിറോസിസ് വന്നു എന്നൊക്കെ വാദിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും വന്നില്ലെങ്കിലും നമ്മൾക്ക് ഈ ലിവർ സിറോസിസ് അല്ലെങ്കിൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ചില ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ അതിന് വേണ്ടുന്ന കറക്റ്റ് ചികിത്സ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പരിണത ഫലമായിട്ട് നമുക്ക് നമ്മുടെ ലിവറിന് ഇൻഫെക്ഷൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ കറക്റ്റ് ചികിത്സ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് ബി, രക്തത്തിൽ കൂടെ പകരുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം ബി, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി. അതും വന്ന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് ഭാവിയിൽ മഞ്ഞപ്പിത്തമായിട്ട് വന്ന് പിന്നെ നമുക്ക് നമ്മുടെ ലിവർ സിറോസിസ് ആകാനുള്ള സാധ്യതയുണ്ട്. ലിവർ സിറോസിസ് കൂടിക്കഴിഞ്ഞാൽ
ലാസ്റ്റ് ഗ്രേഡിലായി കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്കും ആവും, ക്യാൻസറായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാലും നമുക്ക് ഫാറ്റി ലിവർ കൂടുതലായാലും ഉണ്ടാകും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കരിച്ചതും പൊരിച്ചതും ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ പച്ചക്കറി ഉൾപ്പെടുത്താതിരിക്കുക. കരിച്ചതും പൊരിച്ചതും ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്ത് കഴിക്കണം, ബീഫൊക്കെ കഴിക്കണം, റെഡ് മീറ്റ് കഴിക്കണം, അല്ലെങ്കിൽ പോർക്ക് കഴിക്കണം എന്നൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അതേ അനുപാതത്തിൽ തന്നെ നമ്മൾ പച്ചക്കറിയും ഉൾപ്പെടുത്തണം, വെജിറ്റബിളും ഉൾപ്പെടുത്തണം, ധാരാളം വെള്ളവും കുടിക്കണം. അപ്പം ദിവസവും വേണ്ട. പിന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീൻ ആവശ്യത്തിന് നമ്മൾ മീൻ കഴിക്കാം, മുട്ട കഴിക്കാം. ഈ റെഡ് മീറ്റ് കഴിവതും സ്ഥിരം ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ അതിന് പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കില്ല. റെഡ് മീറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇറച്ചി, ഏതെങ്കിലും ഇറച്ചിയാണെങ്കിൽ നമ്മൾ അത് മാത്രം കുട്ടികളായാലും നമ്മളായാലും കഴിക്കും. പിന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കുട്ടികളെല്ലാം ഫാസ്റ്റ് ഫുഡ്, അതുപോലെ ഇങ്ങനെയുള്ള ടേസ്റ്റി ഫുഡ് അവർക്ക് മതി. എൻ്റെ വീട്ടിലായാലും അത് തന്നെ അവസ്ഥ. അവർക്ക് ഇങ്ങനെയുള്ള ഫുഡ് മതി, അവർക്ക് വെജിറ്റബിൾ ഒന്നും വേണ്ട. പക്ഷേ കുഞ്ഞുങ്ങളെ നിർബന്ധമായിട്ട് നമ്മൾ ശീലിപ്പിക്കണം ഈ വെജിറ്റബിൾ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ മേടിച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ ഇത് സാലഡ് രൂപത്തിലെങ്കിലും ഈ വെജിറ്റബിൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൊടുക്കണം. എങ്കിലേ നമ്മുടെ കരൾ സുരക്ഷിതമായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ മക്കളെ. അപ്പം ആൽക്കഹോള് നിയന്ത്രിക്കുക അല്ല, കഴിക്കാതിരിക്കുന്നതല്ല. എനിക്കത് ആൽക്കഹോൾ കഴിക്കുന്നവരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ. അത് നിയന്ത്രിക്കാനും ഞാൻ പറയില്ല, ഉപയോഗിക്കാനേ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. അപ്പം നമ്മൾ ഇതേ രീതിയിലൊക്കെയുള്ള ഭക്ഷണശൈലി, ആവശ്യത്തിന് ഭക്ഷണം, പിന്നെ നമ്മുടെ വീട് മുറ്റത്ത് ഇലക്കറികൾ, ചീരച്ചേമ്പ്, മൈസൂർ ചീര, അങ്ങനെയൊക്കെയുള്ളത് സ്ഥിരം. അതുപോലെ ഈ ചായ മനസ്സ എന്ന് പറയുന്നൊരു ചീര, ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്കൊരു തോരൻ, ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ ഇലക്കറികൾ നമ്മൾ ഉൾപ്പെടുത്താതെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഈ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ മതി, അതൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ മക്കളെ, ഞാൻ ഇത്രയും നേരം സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ മക്കളെ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പം തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും അടുത്ത ഏതെങ്കിലും ഒക്കെ വിഷയമായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം മക്കളെ, നന്ദി, നമസ്കാരം കേട്ടോ. അപ്പം മക്കളെ, നമ്മൾ പലരും വാദിക്കും, ഞാൻ കള്ള് കുടിക്കുന്നില്ല, ഞാൻ ആൽക്കഹോൾ, ലഹരി വസ്തുക്കളൊന്നുമേ ഉപയോഗിക്കുന്നില്ല, എന്നിട്ട് എനിക്ക് ഫാറ്റി ലിവറായി എന്നൊക്കെ വാദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ ആവാൻ നമ്മൾ കള്ള് കുടിക്കണമെന്നില്ല, സിഗരറ്റ് വലിക്കണമെന്നില്ല, പിന്നെ നമ്മുടെ